വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റമിക്സ് ആണ്. അപ്പം മക്കളെ, അടുത്തതായിട്ട് നമുക്ക് EVSന്റെ ഒരു എക്സാം ഉണ്ട്. അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. എന്താണ് അനുകൂലനം? വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? നമുക്ക് അറിയാം. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഫിഷിന്റെ കേസ് തന്നെ പറയാം. മത്സ്യങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ ജീവിക്കാൻ അതിനെ സഹായിക്കുന്ന മത്സ്യങ്ങൾക്ക് കുറച്ച് സവിശേഷതകളുണ്ടാവും. അതിനെയാണ് നമ്മൾ മത്സ്യങ്ങളുടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഏതൊരു ജീവിനെ നമ്മൾ കൺസിഡർ ചെയ്താലും ആ ജീവി എവിടെയാണോ വസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ ക്യാമൽസിന്റെയും അതുപോലെ തന്നെ പെൻഗ്വിന്റെയും പിന്നെ കുറേ ഡിസേർട്ട് പ്ലാന്റ്സിന്റെയും ഒക്കെ നമ്മൾ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫിഷിന്റെ അഡാപ്റ്റേഷൻ മക്കൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എന്താണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം? ദ പെക്യുലാരിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസം ടു ലീവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ട പ്രത്യേകതകളെ അല്ലെങ്കിൽ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനുകൂലനം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറഞ്ഞാൽ. ആ ടോപ്പിക്കിന്റെ അർത്ഥം എന്താണെന്നും ഇതുപോലെ വിവിധ ജീവജാലങ്ങളുടെ അഡാപ്റ്റേഷൻ എന്താണെന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ചിത്രത്തിൽ കാണുന്ന മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഷോൺ ഇൻ ബിലോ? താഴെ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? മരുഭൂമിയിലുള്ള കുറച്ച് പ്ലാന്റ്സിന്റെ ചിത്രങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ തന്നെയാണ്. സോ നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവർക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡിസേർട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ മരുഭൂമിയിൽ കാണുന്ന ചെടികൾക്ക് ചിലപ്പോൾ ഇലകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഇലകളുണ്ടാവും, അല്ലെങ്കിൽ അവയ്ക്ക് മുള്ളുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. തണ്ടുകൾ കനമുള്ളതും പച്ച നിറമായതും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നതുമാണ്. തണ്ടുകളിലെ മെഴുകു പോലുള്ള ആവരണം ജലനഷ്ടം തടയാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. വേരുകളാണെങ്കിൽ നല്ല ഡീപ്പ് റൂട്ടാണ്, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ജലം അവിടെ നിന്നും വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ വസിക്കുന്നതിന് പ്രാപ്തമാക്കുന്ന ഈ സവിശേഷതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മരുഭൂമിയിലെ സസ്യങ്ങളെ നമ്മളൊരു ചെല്ലപ്പേര് വിളിക്കും, അല്ലെങ്കിൽ അതിനൊരു കോമൺ ആയിട്ട് മറ്റൊരു പേരുണ്ട്. അതാണ് മരുരൂഹങ്ങൾ അല്ലെങ്കിൽ സീറോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സീറോഫൈറ്റ് എന്താണ് അല്ലെങ്കിൽ മരുരൂഹങ്ങൾ എന്താണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് മേ have no leaves or have small leaves or thorns. Thorns എന്ന് പറഞ്ഞാൽ മുള്ളുകൾ എന്നാണ് അർത്ഥം. Their stems are thick, green and able to store water. A waxy coating on their stem help them to prevent water loss and the deep root of these plants absorb water from the depth. അതായത് ആഴങ്ങളിൽ നിന്ന് പോലും വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള വേരുകൾ അവർക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു ഡിസേർട്ട് പ്ലാന്റ്സിനെ നമ്മൾ സീറോഫൈറ്റ് എന്നും വിളിക്കുന്നുണ്ട്. അത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെയും പെൻഗ്വിന്റെയും അനുകൂലനങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? യെസ്, ഒരു ക്യാമലിന്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ പെൻഗ്വിന്റെ ചിത്രമുണ്ട്. നേരെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ അവരുടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ അനുകൂലനം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് അനുകൂലനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം അല്ലെ. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ മുതുകിലെ കൊഴുപ്പ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാമൽസിന്റെ കേസ് പറയുവാണെങ്കിൽ അവർക്ക് മുതുകില് ഒരു ഫാറ്റ് ഉണ്ട് അല്ലെ, ആ ഒരു മുതുകില് ആ ഒരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് എന്തിനാണ് സഹായിക്കുന്നത്? വെള്ളം കുടിക്കാതെ പോലും അവയ്ക്ക് ജീവിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയുടെ പാദങ്ങൾ പരന്നതാണ്. അപ്പൊ ഈ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കുക. ഫാറ്റ് ആൻഡ് ഹംപ് ഫോർ എനർജി, തിക് ഫർ ടു പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ് ആൻഡ് വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്. ഇനി പെൻഗ്വിന്റെ കേസിലാണെങ്കിൽ പെൻഗ്വിന്റെ ത്വക്കിനടിയിലാണ് കൊഴുപ്പുള്ളത്. അത് ഈ പറയുന്ന തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ നീന്താൻ പറ്റുന്ന രീതിയിലുള്ള ചിറകുകൾ അവർക്കുണ്ട്. തിക് ഫാറ്റ് അണ്ടർ ദ സ്കിൻ ഫോർ വാം ആൻഡ് എനർജി ആൻഡ് ഫ്ലിപ്പർ ലൈക്ക് വിങ്സ് ടു സ്വിം ഇൻ വാട്ടർ. തിക് ഫെദർ ആൻഡ് ഫാറ്റ് ഫോർ വാം. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ തന്നെ കുറേ പോയിന്റുകൾ നമ്മൾ പല പല ലൈവ് ക്ലാസ്സുകളിലൂടെയും കോണ്ടന്റ് വീഡിയോസിലൂടെയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മെഗാ മാരത്തോണുകളും അതുപോലെ തന്നെ ഇന്ന് കൃത്യം 7 മണിക്കുള്ള EVSന്റെ ഫുൾ ചാപ്റ്റർ റിവിഷനും ഒക്കെ നിങ്ങൾ കാണുക. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓണപരീക്ഷ മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് ക്രിസ്മസ് എക്സാമും അതുപോലെ
തന്നെ LSSും ആനുവൽ എക്സാമും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണം. അതിനുവേണ്ടി 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്കൊരു പുതിയ ബാച്ച് നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്തായിരുന്നു, നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇന്നും കൂടി ഉള്ളൂ. അതായത് 23-ാം തീയതി നമ്മുടെ ഓഫർ എൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഞാനിത് ഈ ഒരു സമയം നിങ്ങളോട് പാസ് ചെയ്യുവാണ്. സോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ, ഇപ്പം ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം? അടിപൊളിയായി നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യണം, നല്ല മാർക്ക് മേടിക്കണം, ഈ ഒരു അക്കാഡമിക്സ് നമുക്ക് കളറാക്കാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.